നമസ്കാരം. എവിടെ സ്ഥലം? നാട്ടിലെ പട്ടിയൂർ ട്രിവാൻഡ്രം. എത്ര പക്ഷികൾ എടുത്തു നിന്ന്? ആദ്യമായിട്ട് വരുവാണോ? സ്ഥിരം വരുന്നുണ്ട്. എത്ര പക്ഷികളുണ്ട് ഫാമില്? പക്ഷികളൊക്കെ ഏകദേശം എന്ത് റേഞ്ചിലൊക്കെ കിട്ടി നമുക്ക്? റേഞ്ചിൽ വന്നിട്ടുണ്ട്. ഏകദേശം എത്ര പാലൊക്കെ പ്രതീക്ഷിക്കും നമുക്ക്? 15 ഒരു ദിവസം 2 നേരം 15 കിട്ടാം. ഇപ്പൊ പാലിന്റെ കാര്യങ്ങളൊക്കെ വിപണനൊക്കെ 60 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ്. സൊസൈറ്റി കൊടുക്കുന്നുണ്ടോ? സൊസൈറ്റിയിൽ 45 മിനിമം കിട്ടും. 40-45 രാവിലെ ആയാലും വൈകിട്ടാലും കിട്ടും. എത്ര ലിറ്റർ കൊടുക്കുന്നുണ്ട് സൊസൈറ്റിയിലൊക്കെ? ഒരു ദിവസമാണോ ഒരു നേരമാണോ? ഒരു ദിവസം മൊത്തം 50 വീടുകളിൽ കൊടുക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഒരു പശു വളർത്തൽ കാര്യങ്ങളൊക്കെ ആയിട്ട്? ഈ പുതുതായിട്ട് പശു വളർത്ത് വരുന്നവർക്ക് എന്താണ് ഒരു ഉപദേശം കൊടുക്കാനുള്ളത്? തുടങ്ങുക, എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം പിന്നെ അവർ ജോലിക്കാർ വെച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകും. ഓക്കെ. ഇപ്പം മൊത്തം എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ? ഇതിപ്പോ 8ാമത്തെ വർഷം. 8 വർഷം പശു വളർത്തൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെ ഒരു മാസം നമുക്ക് വരുമാനം എന്നൊക്കെ പറയുകയാണെങ്കിൽ എന്തോ ഏകദേശം റേഞ്ചിൽ നമുക്ക് സേവ് ചെയ്യാം? പണിക്കാരുണ്ടോ? ഒറ്റയ്ക്കാണ് നമ്മളെല്ലാം നോക്കുന്നത്? നമ്മളെല്ലാം ഫാമിലിയായിട്ട് ഒരുമിച്ച് നോക്കുവാണ്. കറവയും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെയാണ്. ഓക്കെ. ബാക്കി അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഫുഡ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് നമ്മള്? ജേഴ്സി ഇത് 3 മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ എന്തെങ്കിലും പശു വളർത്തൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇപ്പൊ ചന പിടിക്കില്ല, എന്തെങ്കിലും അസുഖങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാറുള്ളത്? അതിന്റെ ആന്റിബയോട്ടിക്സ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ ഇതിനെ പ്രത്യേകം കൊണ്ട് കിട്ടിയ എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അന്നത്തെ ട്രീറ്റ്മെന്റ് എന്നിട്ട് നമ്മുടെ തൊഴുത്തിലേക്ക് കയറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ പാലിന്റെ കുറവുകൊണ്ടാണ് അപ്പോൾ എടുക്കാൻ വന്നത്? എന്തുകൊണ്ട്? പശുക്കളെല്ലാം ചലയാണ്. അപ്പോൾ പാല് നമുക്ക് കൊടുക്കാൻ ഷോർട്ടാണ്. അതുകൊണ്ടാണ് 8 എണ്ണം എടുക്കാൻ വന്നത് അല്ലേ? ഓക്കെ. താങ്ക് യു സോ മച്ച്. വണക്കം. മൊത്തം നമ്മൾ 25 മോഡലെന്ന് വാങ്ങിയത് പകുതി പോയിട്ടുണ്ടെന്നു അല്ലേ? 10 നമ്മളെ ഇന്നിപ്പോ സ്കീമിലേക്ക് എടുത്ത് ചേട്ടൻ്റെ കോട്ടയം ചേട്ടൻ്റെ പശുക്കളാണ് നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ? ഇതെല്ലാം ഒറ്റ വണ്ടിയിൽ പോയിട്ട് 2 വണ്ടിയാണോ? ഒറ്റ വണ്ടിയിൽ കയറ്റി വിടുവാണ് എല്ലാം. മലയാളികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ മനുഷ്യനെ ശക്തിയിലും നമുക്ക് നമ്പാം. തപ്പ് കൊണ്ടാതെ സ്ട്രേറ്റ് ആയിട്ട് പറയും, വിശ്വസിക്കാം. ഞാൻ അടുത്ത മാസം ചിന്താമണി പോകുന്നുണ്ട്. അവിടെ പോയി പശുവിനെ എടുക്കാൻ. ഇതെല്ലാം ചേട്ടൻ വാങ്ങിയത്. അപ്പൊ ചേട്ടൻ്റെ ഫാമിലി വ്യവസായം വരാട്ടോ. ചേട്ടൻ നമ്പർ വീഡിയോ തന്നിട്ടുണ്ട്. ഓക്കെ. എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഈ കാണുന്ന എല്ലാം കോട്ടയത്തേക്ക് വാങ്ങിക്കുന്ന പശുക്കളാണേ. കോഴനല്ലൂരാ? കോട്ടയം. എത്ര പശുക്കളുണ്ട് ഫാമിൽ നമുക്ക്? 25-30 പശുക്കളുണ്ട്. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് പശു ഫാമില്? 20 വർഷമായിട്ട്. ഇപ്പൊ ഇവിടെ മാർക്കറ്റിൽ ആദ്യമായിട്ട് വരുവാണോ? നേരത്തെ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് വരുവാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ എങ്ങനെയുണ്ട് പശുക്കൾ വന്നിട്ട്? എങ്ങനെയുണ്ട് വിലകളില്ല? ഏകദേശം എന്ത് റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്? 1 ലക്ഷം ആയിട്ടുണ്ട്. ഏകദേശം എന്ത് പാല് പ്രതീക്ഷിക്കുന്നുണ്ട്? നമുക്ക് ഫാമിൽ ഇപ്പോൾ എത്ര ലിറ്റർ കിട്ടുന്ന പശുക്കൾ ഇപ്പോൾ ഉണ്ട്? ഒരു ദിവസം 15, ഒരു നേരം 15. അപ്പം 10 ലിറ്റർ കിട്ടുമായിട്ട്. അപ്പോൾ 25 കിട്ടുന്ന പശുക്കളുണ്ട് ഒരു നേരം, ഒരു ദിവസം. ഓക്കെ. അപ്പോൾ ഒരു ദിവസം മാക്സിമം എത്ര കിട്ടുന്ന പശുക്കൾ ഇപ്പോൾ ഉണ്ട്? 20 മുതലുണ്ട് 2 നേരം കൂടെ. ചേട്ടൻ്റെ ഫാമിൻ്റെ പേരെന്താ? മെഹിൽ ഫാം. പശുക്കൾ മാത്രമേ ഉള്ളോ? ആട്, എരുമ എല്ലാം ഉണ്ട്. പാലിൻ്റെയൊക്കെ വിപണനം എങ്ങനെയാട്ടാ? സൊസൈറ്റിയിലൊക്കെ എന്ത് വില കിട്ടുന്നുണ്ട് നമുക്ക് അവിടെ? 50 രൂപ 1 ലിറ്റർ പാലും കിട്ടുന്നുണ്ട് സൊസൈറ്റി കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതൽ സൊസൈറ്റിയിലായിരിക്കും കൊടുക്കുന്നത്. ചേട്ടനാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. പാൽ കൊടുക്കുന്ന ആളാണ്. എത്ര ലിറ്റർ ഒരു ദിവസം കൊടുക്കുന്നുണ്ട് നമ്മൾ? 200 ലിറ്റർ കൊടുക്കുന്നുണ്ട്. പണിക്കാരുണ്ട് ചേട്ടാ ഫാമില്? പണിക്കാരൊന്നുമില്ല. നിങ്ങൾ 2 രൂപയാണോ നോക്കുന്നത്? 10-30 പശുക്കള്. എന്തായാലും ചേട്ടൻ്റെ ഫാമിലി ഒരു ദിവസം വിസിറ്റ് ചെയ്യാൻ കോട്ടയല്ലേ? ഓക്കെ. എന്തായാലും താങ്ക് യു സോ മച്ച്. கிருஷ்ணா எங்க பைக்கில்